Hi all, welcome to CC Plus. ഞാൻ ആനന്ദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ കാര്യവും അതേപോലെ തന്നെ നവോദയ എക്സാമിന് വേണ്ടി ഇനിയുള്ള ദിവസം ഏത് പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഹോൾ ടിക്കറ്റിന്റെ കാര്യം പറയാം. അതിനു മുമ്പേ ചോദിക്കട്ടെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നില്ലിരുന്ന്? റിവിഷൻ അല്ലേ, എല്ലാവരും ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. മാത്സിൻ്റെ ഒക്കെ മെന്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക, ലാംഗ്വേജിൻ്റെയും നല്ലപോലെ റീഡിങ് കോംപ്രിഹെൻഷൻസ് ഒക്കെ റീഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ ഹോൾ ടിക്കറ്റ് തന്നെയാണ് അഡ്മിറ്റ് കാർഡ് കേട്ടോ. ഹോൾ ടിക്കറ്റ് തന്നെയാണ് അഡ്മിറ്റ് കാർഡ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എടുക്കുമ്പോൾ ഒരു 2 കോപ്പി എടുത്ത് വെച്ചോളൂ കേട്ടോ. 2 കോപ്പി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും മതി, ഓർ ഇനി എന്താ പറയുക കളർ കോപ്പി ആയാലും കുഴപ്പമില്ല. ഒരു 2 എണ്ണം എടുക്കണം. anyone ഓർ ഏതായാലും കുഴപ്പമില്ല, നിർബന്ധമില്ല. കളർ കോപ്പി വേണമെന്നും അവർ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കയ്യിൽ വെക്കുക കേട്ടോ. ഇതാണ് ഹോൾ ടിക്കറ്റിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഹോൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാം ഹാളിലേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല. അതിന് എത്ര സമയം കഴിഞ്ഞ് കയറി വന്നാൽ കൂടി നമ്മളെ അവരെന്ത് ചെയ്യും, എഴുതാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം ഡേറ്റും ടൈമും. എക്സാം ഡേറ്റ് 13 ഡിസംബർ, ആരും മറന്നു പോകരുത്, 13 ഡിസംബർ ആണ്. ഇനി ടൈം വരുന്നത് 11:30 AM മുതൽ 1:30 PM വരെയാണ്. 1:30 PM വരെയാണ് നമുക്ക് ടൈം വരുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം, റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10:30 AM ആണ്. 10:30 AM നമുക്ക് അവിടെ അലോട്ട് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡിലുള്ള സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലല്ല, ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം നമ്മൾ കേട്ടോ. 10:30 അവിടെ നമ്മൾ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നോ ഇലക്ട്രോണിക് ഡിവൈസസ്. മറ്റേ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, നമ്മുടെ സ്മാർട്ട് വാച്ച് ഒന്നും കൊണ്ടുപോകരുത് കേട്ടോ. സ്മാർട്ട് വാച്ചസ് ഒക്കെ നോട്ട് അലൗഡ് ആണ്. ഉള്ളി നമ്മുടെ നോർമൽ വാച്ച്, നമ്മുടെ നോർമൽ സാധാ നമ്മുടെ വാച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു മെയിൻ കാര്യമാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് കൊണ്ടുപോകണം. ഒരു കോപ്പിയും കൂടെയും കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ഒരു കോപ്പി, നമ്മുടെ ഒറിജിനൽ ആധാർ കാർഡും ഒരു കോപ്പിയും പേരൻസിൻ്റെ കയ്യിൽ ഉണ്ടാവണം. കുട്ടികളുടെ ആധാർ കാർഡും ഒരു കോപ്പിയും നിർബന്ധമായിട്ടും പേരൻസിൻ്റെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഇനി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തവരാണെങ്കിൽ ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി എടുത്തോളൂ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുത്തോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെച്ചവരാണെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെച്ച ആൾക്കാർ റെസിഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു കോപ്പിയും കയ്യിലിരുന്നോട്ടെ. ഒറിജിനൽ എടുത്താലും കുഴപ്പമില്ല, ഒറിജിനൽ ഓർ കോപ്പി കയ്യിൽ വേണം കേട്ടോ. ഇത്രയും കയ്യിൽ വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഹോൾ ടിക്കറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനാണ്, അവർക്ക് നോക്കാനാണ്. ഓക്കെ, ഇനി ഹോൾ ടിക്കറ്റിൽ ചില സ്ഥലങ്ങളിലുള്ള ചില കുട്ടികൾക്ക് ഫാദേഴ്സ് നെയിമിൻ്റെ അവിടെ അമ്മയുടെ പേരാണ് കയറി വന്നിരിക്കുന്നത്, മദേഴ്സ് നെയിമാണ് കയറി വന്നിരിക്കുന്നത്. അതൊരു പ്രശ്നവും ഇല്ല. ആ ആധാറിൻ്റെ കോപ്പിയും കൂടെ എടുക്കണമെന്ന് പറയുന്നത് അത് നമുക്ക് ആധാർ അപ്ഡേഷൻസിൻ്റെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി കയറി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രശ്നം അവിടെ ആക്കേണ്ട ആവശ്യമില്ല, അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ഒരു ആധാർ കാർഡ് കയ്യിലെടുത്താൽ മതി, അതിനകത്തുണ്ടല്ലോ ഫാദേഴ്സ് നെയിം കറക്റ്റായിട്ട്, അത് മാത്രം മതി കേട്ടോ. പിള്ളേരുടെ കയ്യിൽ ഇതൊന്നും കൊടുത്തു വിടണ്ട. അവരെ ചോദിക്കുവാണെങ്കിൽ അപ്പോൾ പേരൻസ് കൊടുത്താൽ മതി. പേരൻസിൻ്റെ കയ്യിൽ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും വലിയൊരു കാര്യം ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്, അത് ഞാൻ വിട്ടുപോയി. വേറെ ഒന്നുമല്ല, പെൻ മാത്രമേ അലൗഡ് ഉള്ളൂ. കാർഡ് ബോർഡ് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് വെച്ചെഴുതുന്ന കാർഡ് ബോർഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ എന്താ, പ്ലെയിൻ ആയിരിക്കും. നമ്മൾ കണ്ടില്ലേ ഈ ഗ്ലാസ് മോഡലൊക്കെയുള്ള
വേറൊരു ഡിസൈൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഇവിടെ മാത്രം ഇതുള്ള പ്ലെയിൻ ആയിട്ടുള്ളത് അവർ സമ്മതിക്കും. എഴുതാനുള്ളതും ഡിസൈൻ ഉള്ളതൊന്നും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. നിർബന്ധമുള്ളവർ കൊണ്ടുപോകുക, ഇല്ലാത്തവർ കൊണ്ടുപോകേണ്ട. നമ്മൾ കൊണ്ടുപോകേണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞു വിട്ടു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡെസ്കിൽ അതിലും വലിയൊരു ഓട്ടയൊക്കെ നമ്മൾ കണ്ടു ചില സ്കൂളിലെ ഡെസ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്ലെയിൻ കാർഡ്ബോർഡ് വാങ്ങി കൊണ്ടുപോക്കോ. OMR കീറാതെ വൃത്തിക്ക് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരെണ്ണം വാങ്ങി കൊണ്ടുപോക്കോളൂ. അവർ കയറ്റിയില്ലെങ്കിൽ കയ്യിൽ വെച്ചോളൂ. കയറ്റുവാണെങ്കിൽ ഓക്കെ. പെന്ന് ഒരു 2 or 3 ബോൾ പെൻ കയ്യിൽ വെച്ചു. ഒരേ കളർ എടുക്കണം കേട്ടോ. ഒന്നെങ്കിൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ മാത്രം, അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രം. രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്നും ആരും ഡിസൈൻ ഒന്നും അവിടെ കാണിക്കരുത്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ വെച്ച് മൊത്തം, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് വെച്ച് മൊത്തം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പേനയെല്ലാം ഒന്ന് എഴുതി നോക്കിയേക്കണം, അത് തെളിയുന്നുണ്ടോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന്. ജെൽ പെൻ യൂസ് ചെയ്യരുത്. ജെൽ പെൻ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. OMR കോളം ആവും. അങ്ങനെ മഷി പടർന്ന് പന്തലിക്കുന്ന ഒരു പേനകൾ യൂസ് ചെയ്യരുത്. വേണമെങ്കിൽ നമ്മുടെ ടെക്നോ ടിപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല പേനകൾ യൂസ് ചെയ്യുക കേട്ടോ. നല്ലതാണ്, നല്ല പോയിന്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്കിത് വട്ടം കറപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഒരു വട്ടം ഉണ്ട്, അതിനിടയ്ക്ക് ഭയങ്കര കട്ടിയുള്ള ഒരെണ്ണമാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. നല്ല പോയിന്റഡ് ആണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കമ്മിങ് ടു ദ മെയിൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോർഷൻസ്. ഏതൊക്കെ പോർഷനാണ് മാത്സിൽ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ സമയത്തിനുള്ളിൽ, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഈ 2 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് 2025 ക്വസ്റ്റ്യൻ പേപ്പറും 2024 ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അതിലെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം അല്ലേ, സംഖ്യ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 വർഷങ്ങളിലും 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്റർ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പറഞ്ഞത് ഫണ്ടമെന്റൽ ഓപ്പറേഷനാണ്. പ്ലസും മൈനസും ഇൻറ്റും ഡിവിഷനും ഉള്ള നമ്മുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻ. ആ ചാപ്റ്ററിൽ നിന്ന് 2024 ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. പ്ലസ് മൈനസ് ഇൻറ്റും ഡിവിഷനും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി വരും, പക്ഷെ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം നമുക്ക് വന്നിട്ടില്ല. ഇനി ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ ഓർക്കുന്നുണ്ടോ? ഭിന്നസംഖ്യകളെല്ലാവരും ഭിന്നസംഖ്യയിലെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 ക്വസ്റ്റ്യൻ 2024 2025 ഒറ്റ ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. എന്ന് വെച്ച് ഈ ഫ്രാക്ഷൻ സിമ്പിൾ ആക്കാം എന്ന് ആരും വിചാരിക്കരുത്. ഫ്രാക്ഷനെ തന്നെ സിംപ്ലിഫിക്കേഷനിലും വേറെ ക്വസ്റ്റ്യൻസിന്റെ വേർഡ് പോലെ തന്നിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫ്രാക്ഷൻ പഠിക്കണ്ടെന്നല്ല കേട്ടോ. കാരണം 2023-2022 ഒക്കെ എടുക്കുമ്പോൾ ഫ്രാക്ഷനിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷനാണ്. ഇനി അടുത്തൊരു പോർഷനാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് മുമ്പത്തുള്ള കുറേ വർഷങ്ങളിലേക്ക് അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഡെസിമൽ ആണ്. ദശാംശ സംഖ്യ എന്ന് 2 ക്വസ്റ്റ്യൻസ് അല്ല 3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പോയിന്റ് ഇട്ട് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയിന്റ് ഇട്ടിട്ട് വരാവുന്ന ചോദ്യങ്ങൾ ചോദിച്ചു നോക്കി. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 2 ചോദിച്ചു. അതേപോലെ തന്നെ ഡെസിമലിൽ നിന്നും 3 ചോദിച്ചു. ഫ്രാക്ഷന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കളയാൻ പറ്റുന്ന പോർഷൻസ് അല്ല. അടുത്തതാണ് മെഷർമെന്റിൽ 2 വർഷം ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്. 2024 മുന്നേ ഉള്ള ഒരു വർഷങ്ങളിലും കുറേ ഒരു 3-4 വർഷമായിട്ട് ഒന്നും ചോദിക്കാത്ത പോർഷൻ ആയിരുന്നു മെഷർമെന്റ്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മേ ബി ഈ പ്രാവശ്യം ചോദിക്കാതിരിക്കാം. ഈ ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഈ മെഷർമെന്റും ചോദിക്കാതിരിക്കാം എന്നുള്ള പോർഷൻസ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ നമുക്ക് എവിടെയെങ്കിലും വരും, അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു 6 ടോപ്പിക്ക് ഞാൻ പറയുവാണെങ്കിൽ. ഇനി അടുത്ത ടോപ്പിക്കുകൾ പറയുമ്പോൾ നമ്മുടെ അപ്രോക്സിമേഷൻ ഉണ്ടല്ലോ. അപ്രോക്സിമേഷൻ ഏകദേശം കാണാനുള്ളത്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മളോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് മുന്നത്തെ പ്രാവശ്യങ്ങളിലൊന്നും ഇതിനകത്തൊന്നും ഒന്നും വന്നിട്ടുമില്ല കേട്ടോ. ഓക്കെ. അടുത്തതാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക
എല്ലാവർക്കും അറിയാം നമ്മുടെ ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് റൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ, അതിന് മുന്നേ 1 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രാവശ്യങ്ങളിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 100% ഉറപ്പാണ്. ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ ഇതിനകത്തുനിന്ന് 2ഉം 3ഉം 2ഉം ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷനാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. ലാഭം, നഷ്ടം, ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ച് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് വിട്ട് കളയാൻ പറ്റുന്ന ടോപ്പിക്കുകളല്ല ഇത് രണ്ടും. ഇനിയുള്ളതാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. പുതിയ ടോപ്പിക്കാണ്, പുതിയ ചാപ്റ്ററാണ്. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ നമുക്ക് 2 വർഷങ്ങളിലും 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു. ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ഈ ടോപ്പിക് ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്നതാണ്. 2024 2 ക്വസ്റ്റ്യൻ, 2025 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു. ഇനിയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് നമുക്ക് ചാൻസ് ഉള്ളത്. ഇനിയുള്ളത് ഏരിയ പെരിമീറ്റർ ആണ്. ഏരിയ പെരിമീറ്റർ ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയ, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഏരിയ പെരിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാറ്റ ഹാൻഡ്ലിംഗ്. ഡാറ്റ ഹാൻഡ്ലിംഗ് ഒന്ന് വെച്ചിട്ട് എല്ലാ വർഷങ്ങളിലും ഒരു ചോദ്യം വെച്ച് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഈ ടിക്കറ്റ് അത്രയും ആൾക്കാരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോടെ നോക്കണം. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും നോക്കണം, എങ്കിലേ നമുക്കിത് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നവോദയയുടെ 15 ഡേ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇവിടെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും, ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ തന്നെയായിരിക്കും നമ്മൾ ആൻസേഴ്സ് എല്ലാം പഠിക്കുക. ഓരോ ഇക്വേഷൻസും എല്ലാം എന്തിലൂടെ തന്നെ നമ്മൾ പഠിക്കും? ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ അതിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചായിരിക്കും പോകുക. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എല്ലാം നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം, നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീവൈൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക. 9496949929 ആണ് നമ്പർ. എല്ലാവരും എൻക്വയറി എടുക്കണം. ഇനിയുള്ള ഈ ഒരു ചെറിയ ദിവസം, ഈ ഒരു 15 ഡേ എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ട ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ദിവസങ്ങളാണ്. അത്രമേ ചൂടായിരിക്കണം നമ്മുടെ മനസ്സിൽ. നമുക്ക് കിട്ടണം എന്നുള്ളൊരു ചൂടും ചൊറുക്കും ഉണ്ടാവണം നമ്മൾ പറയില്ലേ, അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ.